ഹലോ ഓൾ വെൽക്കം ടു ടെക് ട്യൂട്ടർ. ഇന്നത്തെ നമ്മുടെ സിക്സ്ത് ആക്ടിവിറ്റിയാണ് ലൈഫ് സ്കില്ലിൻ്റെ. ഇത് എല്ലാം സെൽഫ് സ്റ്റഡി ഇതിൽ തന്നെയാണ്, സെൽഫായിട്ട് ചെയ്യേണ്ടതാണ്. ക്ലാസ് ബേസ്ഡ് ഒരു ആക്ടിവിറ്റിയും ഇല്ല സിക്സ്തിൽ. എല്ലാവരും 8 വീക്കിന് മുന്നേ ആയിട്ട് ചെയ്ത് തീർക്കേണ്ടതാണ്. ആൻഡ് അഗെയിൻ ഫസ്റ്റ് വൺ വന്നിട്ട് ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേഷൻ ആണ്. നമുക്കറിയാം എല്ലാവർക്കും ലിങ്ക്ഡിൻ എന്താണെന്നും അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ അറിയാം. സോ ഇതിലെ 3 സബ് ആക്ടിവിറ്റീസും വന്നിട്ട് പ്രൊഫൈൽ ബിൽഡിങ്ങിനെ ബേസ് ചെയ്ത് തന്നെയുള്ളതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ, പലർക്കും പല സ്റ്റുഡൻസിനും ചിലപ്പോൾ ലിങ്ക്ഡിൻ ഓൾറെഡി ഉണ്ടായിരിക്കാം. എന്നാലും ജസ്റ്റ് ഒരു ഓവറോൾ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ലിങ്ക്ഡിനിൽ മസ്റ്റ് ഹാവ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ പ്രൊഫൈൽ ഫോട്ടോ, ഹെഡ്ലൈൻ അല്ലെങ്കിൽ ടൈറ്റിൽ പോലെ നമ്മൾ എന്താണെന്നുള്ളത് ഒരു ഷോർട്ട് സമ്മറി, ദാറ്റ്സ് ഇറ്റ്. ആൻഡ് എബൌട്ടിൽ നമ്മൾ 3 to 4 ലൈൻസിൽ, മറ്റേതെന്ന് പറയുമ്പോൾ ഹെഡ്ലൈനിൽ ജസ്റ്റ് ടാക്സ് പോലെ മാത്രം, ജസ്റ്റ് ടൈറ്റിൽ പോലെ മാത്രം നമ്മുടെ ഇത് കൊടുക്കുന്നു. പ്രൊഫഷൻ എന്താണോ അങ്ങനെയുള്ള രീതിയിൽ. സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ ബിടെക് ഫോർത്ത് ഇയർ, ബിടെക് സെക്കൻഡ് ഇയർ ആ രീതിയിൽ കൊടുക്കുന്ന പോലെ. ആൻഡ് അഗെയിൻ സമ്മറി എബൌട്ട് ഒരു 3 to 4 ലൈൻസിൽ പേഴ്സണൽ പിച്ചിൽ എന്താണ്, നമ്മൾ ആരാണ്, എന്ത് ചെയ്യുന്നു, ഗോൾ എന്താണ്, ആ വക കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഓർ ഇന്റേൺഷിപ്സ്, നമ്മൾ പ്രൊജക്ട്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, എക്സ്പീരിയൻസ് എന്തുണ്ട്, അക്കാഡമിക് ബേസ്ഡ് അല്ലെങ്കിൽ മിനി പ്രോജക്റ്റ് ഒക്കെ ചെയ്തത്, ആ വക കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ എവിടെ പഠിച്ചിരുന്നു, എവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്കിൽസ് നമുക്ക് അഡീഷണലി ടെക്നിക്കൽ സ്കിൽസ് ആണ് കേട്ടോ, ടെക്നിക്കൽ സ്കിൽസ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഒക്കെ. ഓക്കെ, അത് കൊടുക്കാം. സർട്ടിഫിക്കേഷൻസ് ആസ് ഓഫ് നൗ നമ്മൾ എന്തെങ്കിലും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. അച്ചീവ്മെന്റ്സ്, ഈ സർട്ടിഫിക്കേഷൻസ് ആൻഡ് അച്ചീവ്മെന്റ്സ് എന്തെങ്കിലും അവാർഡ്സ് ഒക്കെ കിട്ടിയത് നമ്മൾ അച്ചീവ്മെന്റ്സിൻ്റെ അണ്ടറിലും, സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും എക്സാംസോ സർട്ടിഫിക്കറ്റ് അക്വയറിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉള്ളത് സർട്ടിഫിക്കേഷൻസിലും കൊടുക്കുക. കോൺടാക്ട് ഇൻഫോ നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലിങ്ക്ഡിൻ്റെ കസ്റ്റമൈസ്ഡ് URL ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആണ്. ഈവൻ മെയിൽ ID കാര്യങ്ങളെല്ലാം. നെക്സ്റ്റ് ബെസ്റ്റ് പ്രാക്ടീസസ്, അപ്ഡേറ്റഡ് ആയിരിക്കുക. അതായത് എപ്പോഴെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു ഇതിലായിരിക്കരുത്. റെഗുലർ അപ്ഡേഷൻസ് വേണം. പിന്നെ എറേഴ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം അത് പ്രസൻറ്റ് ചെയ്യാൻ. പിന്നെ റെലവൻറ്റ് പോസ്റ്റ്, അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക. ആൻഡ് അഗെയിൻ നമ്മൾ ആക്റ്റീവ് ആയിട്ടിരിക്കുക. ഇടയ്ക്ക് കയറി അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്നതും ആക്റ്റീവ് ആയിട്ട് ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമിലുള്ളതും ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അതിൽ എൻഗേജ് റെലവൻറ്റ് പോസ്റ്റിനോട് റെസ്പോണ്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് അഗെയിൻ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ള ഗ്രൂപ്പ്സ്, ലിങ്ക്ഡിൻ ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതിൽ മെമ്പർ ആയിരിക്കുക, ആക്റ്റീവ് മെമ്പർ ആയിരിക്കുക. റെക്കമെൻഡേഷൻസ് സീക്ക് ചെയ്യുക എൽഡർ വൺസിൽ നിന്ന്. ഇത്രയാണ് ഫസ്റ്റ് സബ് ആക്ടിവിറ്റി. സെക്കൻഡ് സബ് ആക്ടിവിറ്റി റെസ്യൂം പ്രിപ്പറേഷൻ. സെയിം വേ നമുക്കറിയാം റെസ്യൂം എന്തിനാണ്, നമ്മളുടെ ഒരു ബയോ പ്രൊഫൈൽ എവിടെയെങ്കിലും നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ റെസ്യൂം ഫോർവേഡ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുക. സോ റെസ്യൂം ബിൽഡിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് ഹെഡറിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പോയിന്റ് ഓഫ് കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ കംപ്ലീറ്റ് ഐഡിയ, നമ്മളെക്കുറിച്ചുള്ള കോൺടാക്ട് ഇൻഫർമേഷൻ ആണ് മെയിൻലി വേണ്ടത്. സോ ഹെഡർ, നെയിം, ഫോൺ, ഇമെയിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ. കരിയർ ഒബ്ജക്റ്റീവ് എന്താണ്, നമുക്ക് 2 ലൈൻസിൽ എന്താണ് റോള്, ആ വക കാര്യങ്ങൾ. കരിയർ ഒബ്ജക്റ്റീവ് എന്താണ് അക്വയർ ചെയ്യാനുള്ളത്, ആ വക കാര്യങ്ങൾ. എഡ്യൂക്കേഷൻ, നമ്മുടെ എഡ്യൂക്കേഷൻ ലെവൽ, ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ. ടെക്നിക്കൽ സ്കിൽസ് ഇൻ അഡീഷൻ ടു ദ എഡ്യൂക്കേഷണൽ കൈൻഡ് ഓഫ് തിങ്സ്. നമുക്ക് എന്ത് ടെക്നിക്കൽ സ്കിൽസ് ഉണ്ട്, നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്, ഇംപ്ലിമെൻ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഇൻ അഡീഷൻ എന്തെങ്കിലും ഇന്റേൺഷിപ്സോ ട്രെയിനിങ്ങോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ, ആ വക കാര്യങ്ങൾ. സർട്ടിഫിക്കേഷൻ സെയിം ലിങ്ക്ഡിനിൽ പറഞ്ഞ സെയിം കാര്യങ്ങൾ, സർട്ടിഫിക്കേഷൻസ് ആൻഡ് അച്ചീവ്മെൻറ്റ്. സോഫ്റ്റ് സ്കിൽസ് ഒരു സെഗ്മെൻ്റ് ആയിട്ട് തന്നെ. ഇതിൽ ഈ റെസ്യൂമിൽ എല്ലാവരും ഇങ്ങനെ വലിച്ചു വാരി പാരഗ്രാഫായിട്ട് ഒരിക്കലും എഴുതരുത്. ബുള്ളറ്റ്സ് ചെയ്തിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് എഴുതാൻ നോക്കുക. പിന്നെ ഭയങ്കര കളർഫുൾ ആകുന്ന രീതിയിൽ ഫാൻസി ഫോൺസും കളേഴ്സും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. മേക്ക് ഇറ്റ് ടു സിമ്പിൾ. നെക്സ്റ്റ് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ. നമ്മളിപ്പോൾ ഒരു മെയിലൊക്കെയാണ് അയക്കുന്നത്, PDF ഫോമാറ്റിലാണ്. ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല ഇതിൻ്റെ കൂടെ. ആൻഡ് അഗെയിൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് തേർഡ് സബ് ആക്ടിവിറ്റി. സോ അതിൽ നമ്മൾ വീഡിയോ എടുത്ത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഒരു സ്പീക്കിംഗ് സ്കിൽസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ. പല ഇൻ്റർവ്യൂസിലും ഞാൻ കണ്ടിട്ടുണ്ട്, അവരൊരു ഷോർട്ട് ഇൻട്രൊഡക്ഷൻ വീഡിയോ ചോദിക്കും. ഇത് പാസ്സായാൽ മാത്രമേ അവരൊരു നമ്മളുമായിട്ട് ഡയറക്റ്റ് ഒരു ഇൻ്റർവ്യൂവിന് തന്നെ റെഡി ആവുള്ളൂ. സോ ഈ വീഡിയോ എന്ന് പറഞ്ഞത്, സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല പ്ലേസ്മെൻറ്റ്സിനോ അല്ലെങ്കിൽ ഹൈ ലെവൽ ഇൻ്റർവ്യൂസിനൊക്കെ ഇത് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻ്റർവ്യൂവിന് ഓൺലൈൻ ഒരു വീഡിയോയ്ക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഒരു ഗ്രീറ്റിംഗ്സോട് കൂടി തുടങ്ങുക. ഹലോ, മൈ നെയിം ഈസ് ഇന്നത് എന്ന് പറഞ്ഞ്. അക്കാഡമിക് ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാളും വാട്ട് ഈസ് അവർ അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്നുള്ളത് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. സ്കിൽസ് ആൻഡ് പ്രൊജക്ട്സ്, ഇപ്പം നമ്മൾ ഈ റെസ്യൂമേലും ലിങ്ക്ഡിൻ പ്രൊഫൈലിലും പറഞ്ഞതിൻ്റെ ഒരു ഷോർട്ട് ഇത് തന്നെ നമ്മുടെ കംപ്ലീറ്റ് വീഡിയോയിൽ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവണം. വാട്ട് ഓൾ ആർ അവർ സ്കിൽസ് ആൻഡ് വാട്ട് ഓൾ പ്രോജക്ട്സ് വി ഹാവ് ഡൺ, ഇഫ് വി ഹാവ് ഡൺ എനി ഇന്റേൺഷിപ്സ് ഇൻ അഡീഷണൽ, വാട്ട്സ് ആർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സും സ്ട്രെങ്ത്തും പറഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് അഗെയിൻ വാട്ട്സ് അവർ കരിയർ ഗോൾ, ആൻഡ് അഗെയിൻ ഒരു ക്ലോഷർ, താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻട്രൊഡ്യൂസിങ് മൈ സെൽഫ്, അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യണം. ഗുഡ് പോസ്റ്റർ. ആൻഡ് ഈ വീഡിയോ എടുക്കുമ്പോൾ പോസ്റ്റർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഐ കോൺടാക്ട്, കോൺഫിഡൻറ്റ് ടോണ്, പിന്നെ ഡ്രസ്സിങ്. വളരെ വീട്ടിലിരിക്കുന്ന ഒരു ഡ്രസ്സിൻ്റെ ഇതിൽ പോയി ഒരിക്കലും വീഡിയോ എടുക്കരുത്. ഡ്രസ്സിങ് നീറ്റ് ആയിരിക്കണം.
പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര പിക്ചോറിയൽ ഇതുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും യൂസ് ചെയ്യരുത്. ക്ലിയർ ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം ഒരു വട്ടം എടുത്ത് അത് തന്നെ അങ്ങ് സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്ന അത്ര, ഇതിപ്പോൾ എത്ര ടേക്കാണെങ്കിലും അത് എടുത്ത് തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യണം. കീപ് ഇറ്റ് ക്ലിയർ. ഒരു ലെങ്തി ആയിട്ടൊന്നും പറയരുത്. വളരെ 2 മിനിറ്റ്സ്, മാക്സിമം 2 മിനിറ്റ്സിനകത്ത് നിൽക്കുന്ന രീതിയിലൊരു വീഡിയോ. ഐ ഹോപ്പ് ഈ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ആൻഡ് അഗൈൻ ഇതെങ്ങനെയാണെന്നുള്ളത്, ഇതിൻ്റെ എല്ലാം ഇപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ URL, റെസ്യൂമേയുടെ കോപ്പി, വീഡിയോയുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തതിൻ്റെ, ഇപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ഹൈഡ് ചെയ്തിട്ടുള്ള രീതിയിലാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ലിങ്ക്, അല്ല 2 മിനിറ്റ് വീഡിയോ അല്ലേ ഉള്ളൂ, അപ്പോൾ അത് ട്രൈബിലേക്ക് ഷെയർ ചെയ്യുക. ഇങ്ങനെ എന്തായാലും സ്റ്റുഡൻസ് അവരുടെ കറസ്പോണ്ടിങ് വർക്കിനെ ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം. ഐ ഹോപ്പ് ഇന്നത്തെ ആക്ടിവിറ്റി എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.